വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഖാല് ഹിസ്റ്റോ ഫെസ്റ്റിവലിൽ വാക്കിം ഇസ്ലാം എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രമേയത്തിൽ ഊന്നിയുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ തുടങ്ങി ദേശാതിർത്തികൾ ഭേദിച്ച് കാലങ്ങളിലൂടെ ലോകരിലേക്ക്, വിവിധ നാഗരികതകളിലേക്ക്, ജനപദങ്ങളിലേക്ക് ഇസ്ലാം എങ്ങനെയാണ് പരന്നൊഴുകിയത്, വിവിധ സമൂഹങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ ആശ്ലേഷിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മദീനയിൽ ഭരണസാരഥ്യം വരുന്നതിന് മുമ്പ് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തറിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇസ്ലാം പുൽകിയ എമ്പാടും സ്വഹാബാക്കളെ നമുക്ക് പരിചയമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് തന്നെ മലബാർ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ ഭൂപ്രദേശങ്ങളിലേക്ക് ദീനീയാശയ വിനിമയങ്ങളുമായി കടന്നു വന്ന സ്വഹാബാക്കൾ താരിഖുൽ ളുഹൂറുൽ ഇസ്ലാം ഫി മലൈബാർ എന്ന മാടായി പള്ളിയിൽ വെച്ച് ലഭ്യമായ ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് കൃതിയിൽ പോലും ഇസ്ലാം എങ്ങനെയാണ് കേരളം ഉൾപ്പെടെയുള്ള ദേശങ്ങളിൽ വെളിപ്പെട്ടത് എന്നതിനെ വളരെ കൃത്യമായി ആവിഷ്കരിക്കുന്നുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് എന്ന് വേണ്ട ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും ഇസ്ലാമിൻ്റെ വ്യാപനം എങ്ങനെയായിരുന്നു, വിവിധ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ എങ്ങനെയാണ് അനുഭവിച്ചത്, ആശ്ലേഷിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ച കടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിനെ അനുഭവിച്ച അനേകം ദേശങ്ങൾ, മനുഷ്യർ, അവരുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ അനുഭവിച്ച വലിയ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പഠിപ്പിക്കുന്ന സമയത്ത് ആരെയാണ് അഡ്രസ്സ് ചെയ്തത് എന്നത് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദീൻ, മതം ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? മതം അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരോടാണ്. ദവിൽ ഉഖൂൽ, ചിന്താശേഷിയുള്ള മനുഷ്യവർഗത്തോട് അവരുടെ ജീവിതത്തെ ഏറ്റവും മികച്ച പര്യവസാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ പ്രകടമായത് മനുഷ്യരിലായിരുന്നു. സ്വാഭാവികമായും മനുഷ്യൻ വഴി രൂപപ്പെടുന്ന എല്ലാ ഘടകങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും. പ്രാഥമികമായി മാറ്റം മനുഷ്യരിൽ ആകുമ്പോൾ തന്നെ മനുഷ്യരാൽ രൂപപ്പെടുന്ന, മനുഷ്യർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ഘടകങ്ങളുണ്ടോ അതിലൊക്കെയും ഇസ്ലാമിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അവിടുത്തെ സമൂഹം എങ്ങനെയാണ് ഈ വിശുദ്ധമായ ജീവിത രീതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് പല ഘടകങ്ങളെയും പലരെയും സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എൻട്രി പോയിൻ്റ് ആവുകയും ശേഷം അവരെ പരിവർത്തിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു സംവിധാനമായി അവർ മതത്തെ അനുഭവിക്കുകയുമാണ് ചെയ്യുന്നത്. അവിടെയാണ് എങ്ങനെയാണ് ഈ പരിവർത്തനം സാധ്യമായത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഈ പരിവർത്തനം എങ്ങനെയാണ് ആഗോള സമൂഹത്തിൽ
പ്രതിഫലനം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ അവിടുത്തെ ദൗത്യമായി അവിടുന്ന് നിർവഹിച്ച ഈ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ കൈമാറ്റം, അത് അവിടുന്ന് നിർവഹിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇത് വായിക്കൂ, നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കൂ എന്ന് പറയുക മാത്രമായിരുന്നില്ല. ആ ടെക്സ്റ്റ് ബുക്ക്, നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ, ആ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മാർഗനിർദ്ദേശമായി അള്ളാഹു തആല അവതരിപ്പിക്കുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നു. ആ പരിചയപ്പെടുത്തുന്നിടത്ത് തന്നെയും എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പലയിടത്തായി പറഞ്ഞു വെക്കുന്നുണ്ട്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ഇത് ഈ ഇറക്കപ്പെട്ട ഈ വിശുദ്ധമായ ഗ്രന്ഥം, ഇതിൽ നിങ്ങൾ ആശയങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ വിശദീകരണമായി ഞാൻ എന്ന ജീവിക്കുന്ന വിശുദ്ധമായ ഖുർആനുണ്ട്. കാന ഖുൽഖുഹു അൽ ഖുർആൻ എന്ന് മഹദിയ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ. ജീവിക്കുന്ന ഒരു മതമായി, ജീവിക്കുന്ന ഒരു നിയമ സംവിധാനമായിട്ടാണ് ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന പലതരം ഇടപെടലുകളാൽ ധന്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് ഈ കാലവും ഈ ദേശവും വൈവിധ്യങ്ങളാൽ സമ്പന്നമായതാണ്. ഫോർ ഷുവർ അല്ലേ? കഴിഞ്ഞ കാലത്തെ കേരളമല്ല, 2000-ൽ നമ്മൾ കണ്ട കേരളമല്ല 2026-ൽ. വലിയ മാറ്റങ്ങളുണ്ടായി. കാലങ്ങളിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയെല്ലാം അഭിസംബോധന ചെയ്യാൻ കൃത്യമായും തിരുനബി ദർശനങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോയ കാലയളവുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. അവിടെയാണ് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, എങ്ങനെയാണ് ആ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ അധ്യാപനത്തിൻ്റെ പ്രതിഫലനമായി രൂപപ്പെട്ട മനുഷ്യർ അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നതാണ്. ഈ രണ്ട് അടിസ്ഥാന സ്വഭാവങ്ങളാണ് ഇസ്ലാമിനെ അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെയുള്ള വിവിധ ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇസ്ലാം ഇന്നും അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഇന്നും മനുഷ്യ മനസ്സുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാലം മുതൽ ഇന്ന് വരെയുള്ള വിവിധ കാലങ്ങളിലൂടെയും ദേശങ്ങളിലൂടെയും കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഈ അടിസ്ഥാന സ്വഭാവങ്ങൾക്കപ്പുറത്തേക്ക് മതം വ്യാഖ്യാനിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം നമുക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി കാണാൻ കഴിയും. ഷബർ സാബ് പറഞ്ഞതിനോടുകൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇസ്ലാമിക ഖിലാഫത്തിനെ, ഭരണത്തെ വായിക്കുമ്പോൾ ഈ സുവർണകാലം ഏറ്റവും മൗലികമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനധാരയിൽ നിന്ന് വ്യതിചലിക്കാതെ ഏറ്റവും കൃത്യമായി ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഭരണ നേതൃത്വം, ഉലമാക്കൾ തന്നെ ഉമറാക്കളാകുകയും ഉമറാക്കൾ തന്നെ ഉലമാക്കളാകുകയും ചെയ്യുന്ന, ഉലമ വേറെയൊന്ന് ഉമറ വേറെയൊന്നെന്ന ഇങ്ങനെ രണ്ട് ബൈനറികളില്ലാതെ ഖിലാഫത്തുർ റാഷിദ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ ഭരണസാരിധ്യത്തിൽ പാണ്ഡിത്യത്തിൻ്റെ മികവും നേതൃപരമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രാഗൽഭ്യവും മേളിച്ച ഏറ്റവും ഉത്തമമായ ആദ്യകാലം. അതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ 4 ഖലീഫമാരെ എണ്ണിക്കഴിഞ്ഞ് പിന്നെ 5-ാം ഖലീഫയായി
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെയാണ് എണ്ണാറുള്ളത്. ഇടയിൽ പിന്നെയും ഭരണാധികാരികളുണ്ട്. ഇടക്കാലത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ സകല മാനദണ്ഡങ്ങളും ഒത്തുവന്ന ഒരു പൂർണ്ണത ഇടക്കാലത്തില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ എണ്ണുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ് ഉമവി അബ്ബാസി ഖിലാഫത്തിൽ നേരത്തേതുപോലെ അത്ര കൃത്യതയും തുടർച്ചയും ഇല്ല എങ്കിലും ചില അർത്ഥത്തിലുള്ള ഇടർച്ചകൾ ഇടക്കാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉലമ ഉമറ ഒരാളിൽ തന്നെ മേളിക്കുന്ന ഏറ്റവും സുന്ദരമായ സുവർണമായൊരു കാലത്തെ ഇസ്ലാമിക ലോകത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ അബ്ബാസിയ ഖിലാഫത്തിലുള്ള അബ്ദുൽ മലിക് ബിൻ മർവാൻ, അബൂ ജഅഫർ അൽ മൻസൂർ, ഹാറൂൺ റഷീദ് രാജാവ് ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രം നമ്മൾ പരതുമ്പോൾ അബ്ദുൽ മലിക് ബിൻ മർവാൻ അവരെക്കുറിച്ച് താബിഉകളിൽ പ്രമുഖനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ അവരുടെ ഖുതുബ ഞാൻ കേൾക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അവർ പറയാണ്, ആരുടെയെങ്കിലും പ്രഭാഷണം സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അത് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെതായിരിക്കണം. അബൂ ജഅഫർ അൽ മൻസൂർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്തുണയോടുകൂടി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഹദീസ് ഗ്രന്ഥത്തിലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത രചിക്കുന്നത്. ഹാറൂൺ റഷീദ് രാജാവ് സിയർ അഅ്ലാമുൻ നുബലായിൽ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു അവിടത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്നത് കാണാം. ഗവേഷണ പ്രാഗൽഭ്യമുള്ള കർമ്മശാസ്ത്രത്തിലെ സങ്കീർണ വിഷയങ്ങൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി കണ്ടെടുക്കാൻ പ്രാവീണ്യമുള്ള ആളാണ് ഹാറൂൺ റഷീദ് രാജാവെന്ന് അവിടുത്തെക്കുറിച്ച് ഇമാം ദഹബി അവിടുത്തെ സിയർ അഅ്ലാമുൻ നുബലായിൽ പറയുന്നതായി കാണാം. അങ്ങനെ പാണ്ഡിത്യവും നേതൃപാഠവും ഒരുമിച്ച് കൂടിയ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം. അതിന് പിന്നീട് ഇടർച്ച സംഭവിക്കുന്നുണ്ട്. ഉസ്മാനിയ ഖിലാഫത്ത് വരെ, ഈ അബ്ബാസിയ ഖിലാഫത്ത് തന്നെ മംഗോളിയക്കാരുടെ തുടർന്ന് ആദ്യഘട്ടത്തിലും ഗ്രാനഡ നഷ്ടപ്പെടലോടുകൂടെ സമ്പൂർണ്ണമായും ഇസ്ലാം ഈ അബ്ബാസിയ ഖിലാഫത്ത് നഷ്ടപ്പെടുന്നു. പിന്നീട് തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്ത് 1924 വരെയുള്ള 1453 തുടങ്ങി 924 വരെയുള്ള വിശാലമായ കാലം. ആ രീതിയിൽ ഭരണരംഗത്ത് ഭരണ മികവോടുകൂടെ വിവിധയിടങ്ങളിലേക്ക് ഇസ്ലാം പ്രസരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിനെ പലരും ചരിത്രത്തെ വായിക്കുന്നിടത്ത് അവതരിപ്പിക്കുന്നിടത്ത് ബോധപൂർവം വക്രീകരിച്ച് ഇസ്ലാം അധീശത്വത്തിലൂടെ പടർന്നു പന്തലിച്ച പ്രത്യയശാസ്ത്രമാണ്. വാളുകൊണ്ട് ഭീതിപ്പെടുത്തിയാണ് പലയിടങ്ങളിലും ഇസ്ലാം പടർന്നിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ ഇതിനെ ചിത്രീകരിക്കാറുണ്ട്. പലയിടങ്ങളിലും ചില ഇടങ്ങളിലേക്ക് ഇസ്ലാം കയറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ബോധപൂർവമായ സൈനിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രധാനമായും ഈജിപ്തിലും സിറിയയിലുമൊക്കെ. ശരിക്കും അവിടെയുള്ള ആളുകൾ നിലവിൽ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവർ തന്നെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവരുടെ അധീശത്വത്തിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് ബോധപൂർവം ഇസ്ലാമിക ഭരണാധികാരികൾ ഇടപെട്ട് അവർക്ക് മോചനം നേടിക്കൊടുത്ത അവർ തന്നെ ഇസ്ലാം ആശ്ലേഷിക്കുന്ന അവസരമാണ്. ഇങ്ങനെ അനിവാര്യ ഘട്ടങ്ങളിൽ നടക്കുന്ന പ്രതിരോധ സൈനിക മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയും അവിടുത്തെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ സുരക്ഷിതരാണ്. കോട്ടകൾ വളഞ്ഞ് പോരാട്ടം നടക്കുമ്പോൾ തന്നെ സൈനികരോടാണ് പോരാട്ടം നടക്കുന്നത്. നേരെ മറിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ അധീശത്വം ഉണ്ടായപ്പോഴും അധീശത്വത്തെ തുടർന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ നിർബന്ധിതമായി കടന്നു വരുന്നതിന് പകരം ഇസ്ലാമിനെ അനുഭവിക്കാൻ, ഭരണസാന്നിധ്യത്തിൽ ഇസ്ലാം വരുമ്പോൾ ഇസ്ലാമിനെ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ഇസ്ലാം വ്യാപിച്ച ഇടങ്ങൾ, കരമാർഗത്തിലൂടെ ഇൻവേഷനിലൂടെ ഇസ്ലാം വ്യാപിച്ച ഇടങ്ങളാണ് മധ്യേഷ്യ, നമ്മുടെ ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ. അത്തരത്തിൽ ഇസ്ലാം വ്യാപിച്ച ഇടങ്ങളാണ്. ഇനി നമ്മുടെ ദക്ഷിണേന്ത്യ, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ, അവരെല്ലാം ഈ കടൽ മാർഗം, പ്രത്യേകിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് യാത്രാമാർഗം റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് യാത്രാമാർഗം കടൽ മാരിടൈം യാത്രകൾ മാറുകയും നാവികയാത്രയിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് പുതിയ യാത്രാപഥങ്ങൾ കണ്ടെത്തുകയും ചെയ്യലോടുകൂടെ ഹിജാസിൽ നിന്ന്, മദീനയിൽ നിന്ന്, യമനിൽ നിന്ന്, അദനിൽ നിന്ന്, ഹദർമൗത്ത് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് വളരെ സുഗമമായി ഇത്തരം ഇടങ്ങളിലേക്ക് തെക്കൻ ഏഷ്യ വഴി, ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക്, ഗുജറാത്തിലേക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കുള്ള സഞ്ചാരം സുഗമമാകുകയും അവിടത്തേക്ക് പല തവണകളിലായി വന്ന കച്ചവടക്കാരിലൂടെ, വ്യാപാരികളിലൂടെ അവരുടെ ജീവിത വിശുദ്ധിയിൽ ആകൃഷ്ടരായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകുന്ന ഒരു ആദ്യഘട്ടം നമുക്ക് കാണാൻ കഴിയും. വൈജ്ഞാനിക ആവശ്യങ്ങൾക്ക് വേണ്ടി 3 വാള്യങ്ങളുള്ള ദ വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന ഹഡ്സൻ്റെ കൃതി,
ഇസ്ലാം വ്യാപിച്ചത് സാംസ്കാരികമായ സമൃദ്ധി കൊണ്ടാണ്. വാണിജ്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ബൗദ്ധിക രംഗത്ത്, ഇൻ്റലക്ച്വൽ, ആ അർത്ഥത്തിലുള്ള സമൃദ്ധി കൊണ്ടും അട്രാക്ഷനും കൊണ്ടാണ് ഇസ്ലാം വ്യാപിച്ചതെന്ന് ഹെഡ്സൺ ദ വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന കൃതിയിൽ പറയുന്നുണ്ട്. പ്രീച്ചിങ് ഇസ്ലാം എന്ന W.T. എർണോൾഡിൻ്റെ കൃതിയിലും ഇസ്ലാം മതപരിവർത്തനത്തിലൂടെയല്ല മുന്നേറ്റം ഉണ്ടാക്കിയത്, പലപ്പോഴായുള്ള സഹവർത്തിത്വത്തിലൂടെ, മുസ്ലിങ്ങൾ, വ്യാപാരികൾ അവരുമായുള്ള ഇടപഴക്കത്തിലൂടെ ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞ് അവരുടെ മനസ്സിലുണ്ടായ മാറ്റം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ ഇന്നേ വരെ ഭരണ അധീശത്വത്തിലൂടെ, ഭരണ പോരാട്ടങ്ങളിലൂടെ നമ്മൾക്ക് വലിയ ആധിപത്യം ഉണ്ടായ സ്ഥലമല്ല. അവിടുത്തെ 9 വലിയുകൾ, 18,000-ഓളം ഉപദ്വീപുള്ള വലിയൊരു സമൂഹം സമ്പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരുന്നത് ഈ 9 വലിയുകളിൽ ആകൃഷ്ടരായി അവരുടെ ജീവിത വിശുദ്ധിയിൽ ഇസ്ലാമിനെ അനുഭവിച്ചറിഞ്ഞ് ഇസ്ലാമിനെ ആശ്ലേഷിക്കുകയായിരുന്നു. ഇന്തോനേഷ്യ, മലേഷ്യ പോലെയുള്ള ദ്വീപ് സമൂഹങ്ങളിൽ ഉള്ള മനുഷ്യർ ഇസ്ലാമിനെ അനുഭവിക്കാൻ തുടങ്ങിയത് വ്യാപാരികളിലൂടെയാണ് എന്ന് പറഞ്ഞു. വ്യാപാരത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന മനുഷ്യർ അവർ ഇസ്ലാമിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ഇസ്ലാമിനെ പ്രകാശിപ്പിക്കുക എന്നതൊരു എക്സ്റ്റേണൽ പ്രോസസ്സല്ല, ഒരു വിശ്വാസിയിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അവരിൽ നിന്ന് ഇസ്ലാം പ്രകാശിക്കുമെന്നത്, ഇസ്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധം അവരുടെ സൂക്ഷ്മത, അവരുടെ ജീവിത വിശുദ്ധി, സത്യസന്ധത, ഇതിനെയെല്ലാം അനുഭവിക്കുന്ന ഒരാൾ, അവർ ഈ വ്യാപാരികളിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അതിലേക്ക് അവരുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയപ്പെട്ട ദ്വീപ് സമൂഹങ്ങളിൽ ഇസ്ലാം പ്രവേശിക്കുന്നത്. മലേഷ്യയിൽ മലാക്ക സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നത് പരമേശ്വര എന്ന് പേരുള്ള, പിൽക്കാലത്ത് ഇസ്കന്ദർ ഷാ എന്ന പേരിൽ അറിയപ്പെട്ട 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമ്മളിവിടെ ഉദ്ധരിക്കുന്ന ചരിത്രങ്ങളെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ഒരു പൊതുധാരണ, ഏത് തരം ചരിത്ര വായനകളെയും നമ്മൾ എടുക്കുമ്പോൾ ചില കോറിലേഷനുകളുടെ ഭാഗമായി നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ മാത്രമാണ് അക്കാഡമിക് പേപ്പറുകളിൽ ഉണ്ടാവുക. അത് 100% അങ്ങനെ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് കൃത്യമായ എവിഡൻസുകൾ അവർ റെഫർ ചെയ്തത് എന്താണ് എന്നതടക്കം പരിശോധിച്ച് വേണം നമ്മൾ വിലയിരുത്തലിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ പരമേശ്വര എന്ന ആ രാജാവിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇസ്കന്ദർ ഷാ എന്ന വായന ഒരു ഭാഗത്തുണ്ട്. ഉണ്ടായാലും ഇല്ലെങ്കിലും, രണ്ടാണെങ്കിൽ തന്നെയും ഒരു യുദ്ധം നടത്തിയതിന് ശേഷം സംഭവിച്ച പരിവർത്തനമല്ല, പരിവർത്തനത്തിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളെയാണ് മലേഷ്യയിൽ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖിലാഫത്ത് എന്നത് എന്താണ്? മതത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണമാണ്. ഖിലാഫത്ത് നിർവഹണം എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമാണ് എന്നും, അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് എന്നത് ഏൽപ്പിക്കപ്പെടുന്ന ഒരാളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമിൻ്റെ അവതരണങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് സമഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് പലതരം വിലയിരുത്തലുകളിലേക്ക് ആളുകൾ പോകുക. നേരത്തെ പറഞ്ഞു, ഒരു ഖലീഫ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായും നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ഖലീഫ അദ്ദേഹത്തിന് ഇജ്തിഹാദ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കണം. ഇജ്തിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിർദ്ധാരണ പ്രവർത്തനമാണ്. എന്താണ് ആ നിർദ്ധാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും നിർവഹിക്കുക എന്ന് അവിടുത്തെ ജീവിതത്തെ സമഗ്രമായി മനസ്സിലാക്കിയിട്ട് ഒരാൾ കണ്ടെത്തി അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രോസസ്സിനാണ് ഇജ്തിഹാദ് എന്ന് പറയാം. പല രൂപത്തിൽ നമുക്ക് ഇജ്തിഹാദിൻ്റെ നിർവചനം പറയാം. ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നിർവചനം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇജ്തിഹാദ് നടത്താൻ ശേഷിയില്ലാത്ത ഒരാൾ നേതൃത്വത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന അപജയങ്ങൾ പല ഘട്ടങ്ങളിലായും സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തേണ്ട സമയത്ത്
അതിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളെ മുഴുവനും പരിഗണിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം എന്ന ഒരു മികച്ച ഭാവനയിലേക്ക് എത്തിച്ചേരാൻ ശേഷിയുള്ള ഒരാൾ, അദ്ദേഹമാണ് ഇമാമത്തിനെ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഈ ഇമാമത്ത്, ഖിലാഫത്ത് പോലെയുള്ള സംഗതികൾ ഒരു ദൗത്യ നിർവഹണത്തെ ഏറ്റെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് ഇല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടാവും. ഖിലാഫത്ത് ഇല്ലാത്ത ഇടങ്ങളിൽ അപൂർണമായൊരു ഇസ്ലാം എന്ന് ഇസ്ലാമിനെ കുറിച്ച് വിചാരിക്കുന്നത് ഇസ്ലാം എന്താണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. ഓരോ മനുഷ്യരിലും ഇസ്ലാമുണ്ട്. ഇപ്പോൾ ഏത് കാലത്തും ഏത് ദേശത്തും ജീവിക്കുന്ന ഒരാൾക്കും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ആ കോണ്ടെക്സ്റ്റിൽ, ആ സാമൂഹികാവസ്ഥയിൽ പരിപൂർണമായും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിത വ്യവസ്ഥിതിയെ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇസ്ലാം വഴി അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തെയും മനുഷ്യരിലൂടെയാണ് ഇസ്ലാം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ അവസ്ഥയും വിഭിന്നമല്ല. കേരളത്തിൽ നിന്ന് ഒരു രാജാവിനെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുപോയത് നമ്മുടെ ചരിത്രത്തിലില്ല. അതേസമയത്ത് രാജാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മലേഷ്യയിലെ രാജാവടക്കം ഇന്തോനേഷ്യയിലെ രാജാക്കന്മാരിൽ പലരും പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ ഓരോ രാഷ്ട്രങ്ങളിലും ഇസ്ലാം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാനും കഴിയും. അവിടെയാണ് കൾച്ചർ, ഒരു നാടിൻ്റെ കൾച്ചറിനോട് ഇസ്ലാം എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമായി മാറുന്നത്. ഒരു നാടിനോട്, ഒരു നാട്ടിലെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർ അവരിൽ ചിലരെങ്കിലും ഇസ്ലാമിക ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ നാട്ടിലെ ജീവിത വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്, അത് അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിരിക്കും. മതവിരുദ്ധമല്ലാത്ത തദ്ദേശീയ സാഹചര്യങ്ങളോട് സമരസപ്പെടുകയും അവയെ സാംശീകരിക്കാനുമുള്ള മതത്തിൻ്റെ പിൻബലം, ഒന്നുകൂടി പറഞ്ഞാൽ മൗലികമായ ആശയങ്ങളിൽ, ഉസൂലുകളിൽ, അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ മാറ്റം വരാതെ ഫുറൂഇയായ ശാഖാപരമായ വിഷയങ്ങളിൽ ദേശത്തിൻ്റെ, വ്യക്തിയുടെ വൈവിധ്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളായൊരു സമീപനമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. അതിൻ്റെ വിശാലമായ സാധ്യതയാണ് ശരിക്കും നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. ഇസ്ലാം എവിടേക്ക് വ്യാപിച്ചാലും അവിടെയുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി വികാസം പ്രാപിക്കുന്ന ഒരു സാഹചര്യം കാണാം. JB മോറയെ പോലുള്ളവർ പഠനം നടത്തിയത്, ഇതിൻ്റെ കൂടെ രസകരമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നൊരു കാര്യം കൂടിയാണ്, നമ്മുടെ മദ്ഹബുകളുടെ വികാസം, അത് പടർന്നിട്ടുള്ള വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ. ഇസ്ലാം കടൽ മാർഗത്തിലൂടെ വ്യാപിച്ച സ്ഥലങ്ങളിൽ ഒട്ടുമിക്കതും ഷാഫിഈ മദ്ഹബാണ്. ഇസ്ലാം കരമാർഗത്തിലൂടെ വ്യാപിച്ച മധ്യേഷ്യ, തുർക്കി, ഉത്തരേന്ത്യ പോലുള്ള ഇടങ്ങളിൽ ഒട്ടുമിക്കതും ഹനഫി മദ്ഹബാണ്. ഒട്ടകപ്പുറത്തേറി മരുപ്പാതകൾ താണ്ടി എത്തേണ്ട തീർത്തും വരണ്ട ഉൾപ്രദേശങ്ങൾ, അവിടെയെല്ലാം മാലിക്കി മദ്ഹബാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് ഇസ്ലാം നൽകുന്ന സമഗ്രമായ സാധ്യതകളുടെ ചെറിയൊരു ഭാഗമാണിത്. നമ്മൾ കേരളീയ സാഹചര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇസ്ലാം ഇവിടെ വ്യാപിക്കുന്ന ഘട്ടം ഒന്നുകൂടി ഈ തൊട്ടടുത്ത കാലം അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയമായ ഭ്രഷ്ടൊക്കെ കൽപ്പിച്ചിരുന്നൊരു കാലം. പ്രത്യേകിച്ച് ചെറുമർ വിഭാഗം, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വിഭാഗമാണ് ചെറുമർ വിഭാഗം. അവരെക്കുറിച്ച് വില്യം ലോഗൻ നടത്തുന്ന ഒരു നിരീക്ഷണം മലബാർ മാനുവലിൽ കാണാം. 1871 99,009 ചെറുമരായിരുന്നു ഇവിടെ ഉള്ളതെങ്കിൽ അടുത്ത 10 വർഷത്തിന് ശേഷമുള്ള കാനേഷ്മായി 1881 64,715 ഈ ചെറുമന്മാർ കുറയുന്നു. എന്താണ് സംഭവം? മറ്റു ജനസംഖ്യയിൽ മറ്റു വിഭാഗങ്ങളുടെ, സാമൂഹിക വിഭാഗങ്ങളുടെ ജനസംഖ്യാ വർധനവിൽ 5.71% വർധനവുണ്ടായിട്ടുണ്ട്. അതേ കണക്ക് പ്രകാരം ഇവർ 99,009 നിന്ന് 1,30,000 ഒരു 40,000 വികസിച്ച് 1,40,000 എത്തേണ്ടതിന് പകരം 64,715 ഇവിടെയുള്ള ചെറുമന്മാർ കുറയുന്നു.
എന്താണ് എവിടേക്കാണ് ഇവർ പോയത്? 50,000-ഓളം വരുന്ന ചെറുമന്മാർ അവർ നിലനിന്ന സാമൂഹിക സാഹചര്യത്തിൽ മടുപ്പുളവായി അസ്പൃശ്യതയും തൊട്ടുകൂടായ്മയും തീടിക്കൂടായ്മയിലും മനംമടുത്ത് ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഇസ്ലാം കടന്നു വന്ന ഇടങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഉസൂലിൽ ഒന്നാകുമ്പോഴും ഫുറൂഇൽ പലതാവാനുള്ള സാധ്യത. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഫിഖ്ഹി ശാഖാപരമായ കാര്യമല്ല പറയുന്നത്. നമ്മളെല്ലാവരും മക്കയിലേക്ക് മുഖം തിരിച്ച് നിസ്കരിക്കുന്നു. എന്നാൽ നിസ്കരിക്കുന്ന പള്ളി അറേബ്യയിലുള്ളത് ഇപ്പോൾ ഏകദേശം ഒരേ മോഡലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാണികമായ നാദാപുരവും പെരിങ്ങത്തൂരും ഉൾപ്പെടെയുള്ള പൗരാണികമായ പുരാതനമായ പള്ളികൾ, പാറക്കട് ഉൾപ്പെടെയുള്ള പള്ളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും മുഖം തിരിക്കുന്നത്, ശരീരം തിരിക്കുന്നത് പരിശുദ്ധ മക്കയിലെ കഅബയിലേക്കാണ്. പക്ഷേ അവരുടെ പള്ളിയുടെ മോഡൽ ഭിന്നമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ പഴയ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ പണികയിപ്പിച്ച പള്ളികൾ. പള്ളി ഏതാണ് അമ്പലം ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം, വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരേ വാർപ്പ് മാതൃകയിൽ പടുത്തുയർത്തിയത്. ഇതിന് ഇസ്ലാം നമ്മൾക്ക് അനുവാദം നൽകുന്നുണ്ട്. അങ്ങനെ തദ്ദേശീയ സംസ്കാരങ്ങളെ, മതവിരുദ്ധമല്ലാത്ത തദ്ദേശീയ സംസ്കാരങ്ങളെ സാംസ്കീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം ആശ്ലേഷിക്കാനുള്ള വലിയൊരു സാധ്യത ഇസ്ലാം തുറന്നിട്ടത് വ്യാപനത്തിന് വലിയ കാരണമായിട്ടുണ്ട്. ഇതിൽ കൾച്ചറൽ എലമെൻറ്റുകൾ എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണ് ഇതിലേറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഉലമാ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയായിട്ട് എപ്പോഴാണോ ഇസ്ലാമിക സമൂഹം മാറുന്നത് അന്ന് ഇസ്ലാം സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. ഉലമാ നേതൃത്വം നൽകുന്ന ഒരു കമ്മ്യൂണിറ്റിയായി വിശ്വാസി സമൂഹം എല്ലാ കാലത്തും നിലനിൽക്കണം. അല്ലാത്ത ആളുകൾ നേതൃത്വമായി വരുന്ന ഒരു ഘട്ടത്തിൽ അവർ ഉള്ള ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് വിഷയങ്ങളെ വിശകലനം ചെയ്ത് ആളുകളോട് പറയുകയും അവർ സമൂഹത്തെ വഴിപിഴപ്പിക്കുകയും ചെയ്യും എന്ന് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത് ഓരോ വിഷയത്തെയും സമീപിക്കുന്നിടത്ത് എന്തായിരിക്കണം ആ സാഹചര്യങ്ങളിൽ മനസ്സിലാക്കുന്നതിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ ഒരു ആലിമിന് സാധിക്കുമെന്നതാണ്. ഉദാഹരണത്തിന് വളരെ സിമ്പിളായി മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണം, ജുമുഅ ഖുത്ബയുടെ ഭാഷ അറബിയാകണം. ആ ജുമുഅ ഖുത്ബ എന്ന ഒരു കർമ്മശാസ്ത്രത്തിൽ വരുന്ന ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു കർമ്മത്തെ വിലയിരുത്തുന്ന സമയത്ത് ഐഡൻറ്റിറ്റി എന്ന ഒരു പാർട്ട് എല്ലാ ഇബാദത്തിലും പരിഗണനീയമായ വിധത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ മഖാസിദ്, ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. ഈ ഭാഗങ്ങൾക്കിടയിൽ പല സമയങ്ങളിലായി അതിൻ്റെ റിസൾട്ടുകൾ തമ്മിൽ വൈവിധ്യങ്ങൾ രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഏതിനായിരിക്കും ഒരു മുജ്തഹിദ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് തിരിച്ചറിയുക ഒരു ഹോളിസ്റ്റിക്കായ ഇസ്ലാമിൻ്റെ വായനയിൽ നിന്നായിരിക്കും. അവിടെയാണ് ഖുതുബ അടക്കം, ബാങ്ക് അടക്കമുള്ള, നിസ്കാരം അടക്കമുള്ള വിഷയങ്ങളിൽ ഐഡൻറ്റിറ്റി എന്നത് അതിപ്രധാനമായി മാറുന്നു എന്ന് ഒരു ഹോളിസ്റ്റിക്കായ വായനയിൽ മുജ്തഹിദ് മനസ്സിലാക്കുന്നത്. ആ വായന ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാം, ഇത് ആളുകൾക്കോടുള്ള ഉപദേശമാണ്, അത് സ്വന്തം ഭാഷയിലേക്കാക്കാം. കാരണം അത് നേരത്തെ പറഞ്ഞ അല്പജ്ഞാനിയുടെ വായനയിൽ നിന്ന് രൂപപ്പെടുന്നതായിരിക്കും. ഇത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം എന്ന രീതിയിൽ പറഞ്ഞ് അടുത്തതിലേക്ക് വന്നാൽ, സാമൂഹികമായ എലമെൻറ്റുകളെ സ്വീകരിക്കുന്നിടത്തും ഇത്തരം അടിസ്ഥാന സ്വഭാവത്തെ നമ്മൾ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹിജർ ഇസ്മായിലിനെ കുറിച്ച് അവിടുന്ന് നടത്തിയൊരു പദപ്രയോഗമുണ്ട്. ഹിജർ ഇസ്മായിൽ ഇന്ന് നിലകൊള്ളുന്നത് കഅബയുടെ പുറത്താണ്. കഅബയുടെ അകത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇന്ന് കഅബയുടെ പുറത്തുണ്ടായിരുന്ന പല ഭാഗങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറയുന്നൊരു വാക്ക്, ജാഹിലിയ കാലത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഉടനെയുള്ള ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ ഉള്ളതുപോലെ തന്നെ കഅബയെ പുനർനിർമ്മാണം നിർമ്മിക്കാൻ ഞാൻ പറയുമായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെപ്പോലും മനസ്സിലാക്കുന്നിടത്ത് ഉണ്ടാകേണ്ട ഒരു അതീവമായ ജാഗ്രതയും അതിൻ്റെ വിശകലനത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു അകക്കണ്ണും വളരെ പ്രധാനമാണ്. ചെയ്യുമായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നു. ശേഷം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അതിനെ അകത്തേക്ക് പിൽക്കാലത്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാലം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന രൂപത്തിൽ അകത്തേക്ക് നിർമ്മിക്കുന്നു.
അതിനുശേഷം ആളുകൾ പരാതിപ്പെട്ടിട്ട് അന്നത്തെ ഖലീഫ അതിനെ വീണ്ടും പഴയതുപോലെ ആക്കുന്നു. ഇതൊക്കെ സംഭവിക്കുകയാണ്. മാലിക് ഇമാമിൻ്റെ കാലത്ത് ഈ വിഷയത്തിൽ വ്യക്തത വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്നും ശേഷം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായും വ്യക്തത വന്നതിന് ശേഷം മാലിക് ഇമാമിനോട് ചോദ്യം, ഇങ്ങനെയൊക്കെയാണല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ളതുപോലെ അതിനെ പുനർനിർമ്മിച്ചാലോ? അവിടുന്ന് കൊടുത്ത മറുപടി വേണ്ട എന്നാണ്. അവിടെയാണ് ഒരു മുജ്തഹിദ് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകുക. ഈ മുജ്തഹിദ് ഒരു വിഷയത്തെ നിർദ്ധാരണം ചെയ്ത് ഇസ്ലാം എന്താണ് മുജ്തഹിദ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു തഖ്ലീദ് ഇജ്തിഹാദ് വിഷയമല്ല പറയുന്നത്. ഒരാൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്തുണ്ടാകേണ്ട ഒരു മുജ്തഹിദ് എന്തിനാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഇസ്ലാമിനെയാണ്. ആ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് വൈവിധ്യങ്ങളായ എലമെൻറ്റുകളെ പരിഗണിക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയാണ് മാലിക് ഇമാം പറയുന്നത്. ഇതിങ്ങനെ അകത്തും പുറത്തുമാക്കിയിട്ട് ഇങ്ങനെ പൊളിക്കുകയും പിന്നെയും അകത്ത് പഴയതുപോലെ ആക്കുകയും പിന്നെയും പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പവിത്രത നഷ്ടപ്പെടുത്തേണ്ട ഒരു കെട്ടിടമല്ല, അല്ലെങ്കിൽ ഒരു നിർമ്മാണമല്ല കഅബ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഓരോ സാഹചര്യത്തിലെയും അന്നത്തെ ആ നാട്ടിൽ ജീവിച്ച ഉലമാക്കളാലാണ് ഈ വിശുദ്ധമായ ഇസ്ലാം നമുക്ക് കൈമാറ്റം ചെയ്തു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പാരമ്പര്യമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. ഈ പാരമ്പര്യത്തെ വിട്ടുകൊണ്ട് ഏകശിലാത്മകമായൊരു ഇസ്ലാമിനെ ആഗോളതലത്തിൽ നടപ്പിൽ വരുത്തണം എന്ന ഇസ്ലാമിനെക്കുറിച്ചുള്ള ഏറ്റവും അബദ്ധജടിലമായ ഒരു വാദത്തെയാണ് ഇസ്ലാമിൻ്റെ പേരിൽ ആശയപ്രചരണം നടത്തുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. വഹാബിസവും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഈ പറയപ്പെട്ട ഇസ്ലാമിൻ്റെ ഏറ്റവും താളാത്മകമായ മതത്തിൻ്റെ ഭാഗത്തെ നിരാകരിക്കുകയും അതിനെ പൂർണ്ണമായും നിഷേധിച്ച് ഏകശീലാത്മകമായ ഒരു ഇസ്ലാമിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭവിഷ്യത്താണ് പലയിടങ്ങളിലായി നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതിലും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഏതാണ് ഐഡൻറ്റിറ്റിയായി ഇസ്ലാം കാണുന്ന ഭാഗം? ഏതാണ് ഇസ്ലാമിൽ വൈവിധ്യങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം? ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഒരാളെ എന്ത് ചെയ്യണം? കർമ്മശാസ്ത്രത്തിൽ നമുക്കതിൽ 4 ഓപ്ഷനുകൾ കാണാൻ കഴിയും. ആ 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് റാൻഡമായി നമ്മളൊരു ടോസ് ഇട്ടിട്ട് സെലക്ട് ചെയ്യുന്നത് പോലെ ഇമാമ് സെലക്ട് ചെയ്യുകയാണോ വേണ്ടത്? ഏതും ചെയ്യാം, ഏത് ചെയ്താലും ശരിയെന്നാണോ? അവിടെയാണ് ഇമാം മുജ്തഹിദാകണം എന്ന് പറഞ്ഞതിൻ്റെ വലിയൊരു ഒരു ആശയതലത്തെ കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ ആ പണ്ഡിതനാകുന്ന പാണ്ഡിത്യത്തിൽ നിന്ന് പാണ്ഡിത്യത്തിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ ആ ഘട്ടത്തിൽ തീരുമാനിക്കുന്ന തീരുമാനം എന്തായിരിക്കും? അതാണ് ഈ 4-ൽ 1 തീരുമാനമായി വരേണ്ടത്. അപ്പോൾ ആ 4-ൽ ബാക്കിയുള്ള 3 ചിലപ്പോൾ അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ഒരു സംഗതി കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന താലിബാൻ അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തിഹീനമായ കാര്യങ്ങൾക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ഈ ഒരൊറ്റ അടിസ്ഥാന ആശയത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ അന്നിങ്ങനെ ചെയ്തിരുന്നല്ലോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പോലും അജ്ഞതയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ വ്യാപനം, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം ഉലമായിലൂടെ കൈമാറ്റം ചെയ്തു വന്ന ഇസ്ലാമിനെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൾച്ചറലായി ഇസ്ലാം ഓരോ ഇടത്തെയും എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു വണ്ടി, ആ വണ്ടിയിൽ നമ്മൾ പെട്ടെന്നൊരു വലിയ മാറ്റങ്ങൾ ഒരു ഭാഗത്ത് മാത്രം വരുത്തിയാൽ ആ വണ്ടി റണ്ണാവില്ല. മാറ്റങ്ങൾ വരുത്തുന്നത് ഏതൊരു സംഗതിയിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ മാറ്റങ്ങൾ ആ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന സിസ്റ്റത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ. ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിക സമൂഹം അവിടെ വരികയും
അവിടെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാവുകയും മതപരമായ ജീവിതം നയിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ അന്ധമായ വിരോധം വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അതുണ്ടാകുന്നത് സാമൂഹികമായ അസ്ഥിരതയുടെ ഭാഗമായിട്ടല്ല. അതല്ലാത്ത ഇടങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മാലൈസ മിൻഹു ആയ ബിദ്അത്തുകൾ, നമ്മുടെ അടിസ്ഥാന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാലൈസ മിൻഹു എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ മതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് എതിരായ കാര്യങ്ങളോടുള്ള സമീപനവും മതത്തിൽ അടിസ്ഥാനമുണ്ടാവുകയും അതിനെ വിപുലീകരിക്കാൻ പറ്റും വിധം ഇസ്ലാമിൽ സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങളെയും തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാർ ഓരോ കാലത്തെയും ദേശത്തെയും ഇസ്ലാമിനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം, സാമൂഹികമായ ഒരു സംഘർഷം ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെട്ട ഇടങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് അതിൻ്റെ വിപരീതം സംഭവിക്കാനുള്ള സാധ്യതയെ നമ്മൾ തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ദൗത്യം. അവസാനം പറഞ്ഞെടുത്തുനിന്ന് മാലൈസ മിൻഹു ആയിട്ടുള്ള കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കെൽപ്പ്, പാണ്ഡിത്യം അതില്ലാത്ത ഇടങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് പോയിട്ടില്ലെന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകൾ പിറകിലോട്ട് പോയിട്ടുണ്ട്. വഹാബികൾക്ക് കൂടി സ്വീകാര്യനായ ചരിത്രകാരൻ പി മുഹമ്മദ് കുട്ടശ്ശേരി ഇസ്ലാമിക ചരിത്രം 14-ാം നൂറ്റാണ്ട് വരെ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മോട്ടോർ സൈക്കിള്, കമ്പിയില്ലാത്ത കമ്പി, ടെലഗ്രാഫ്, ഇതൊക്കെ ബിദ്അത്താണ്, ദീൻ പൊരുത്തപ്പെടാത്ത, തൃപ്തിപ്പെടാത്ത ബിദ്അത്താണ് എന്നാണ് നജ്ദിയൻ മാതൃക ഇവിടെ പറഞ്ഞു വെച്ചത്. പുതിയ കാലത്ത് വേറെയും നമ്മൾ കൊറോണ സമയത്ത് വാക്സിനേഷൻ നൽകുന്നത് ബിദ്അത്താണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ വയറൊന്നുമില്ലാതെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത് കൊണ്ട് റേഡിയോ ബിദ്അത്താണ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഷിർക്കാണ് ഉൾപ്പെടെയുള്ള സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നില്ലെന്ന് മാത്രമല്ല പിറകോട്ട് നയിക്കുക. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ എങ്ങനെയാണ് ബിദ്അത്താവുന്നതിൻ്റെ മാനദണ്ഡം ഏത്? മഖ്ബൂലായ ബിദ്അത്ത് ഏത്? മർദൂദായ ബിദ്അത്ത് ഏത്? മാ ലൈസ മിൻഹു എന്നതിൻ്റെ മാനദണ്ഡം എന്ത്? ഇതൊന്നും മനസ്സിലാക്കാതെ ഫത്വകൾ കൊടുക്കുമ്പോൾ, സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവർ വലിയൊരു സമൂഹത്തിന് ഇസ്ലാമിനോട് മടുപ്പുളവാക്കുന്നു, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ചലനാത്മകതക്ക് വലിയ പ്രതിബന്ധമായി മുന്നിൽ നിൽക്കുന്നു. നമ്മൾ ഇന്ത്യൻ സാഹചര്യം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വളരെ സമ്പന്നമായിരുന്ന പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന ഉത്തരേന്ത്യ എന്തുകൊണ്ടാണ് സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ വിൻസ് ഫ്രീഡം, അബ്ദുൽ കലാം ആസാദിൻ്റെ നമ്മൾ വായിച്ചിരിക്കേണ്ട, എല്ലാ അർത്ഥത്തിനും ഉൾക്കൊള്ളണമെന്നല്ല, വിദ്യാർത്ഥികൾ വായിച്ചിരിക്കേണ്ട ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് മുസ്ലിങ്ങളായിട്ടുള്ള വലിയൊരു വിഭാഗം, അവിടെ പ്രമാണിമാരായ, സമ്പന്നരായ, വിദ്യാഭ്യാസമുള്ള, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ വലിയ മുൻപന്തിയിലുള്ള ആളുകൾ മുഴുവനും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലേക്ക്, സാമൂഹികമായ അരക്ഷിതാവസ്ഥയിലേക്ക്. അവരിവിടം വിട്ടു പോകേണ്ടവരല്ല, അവരിവിടെ നിൽക്കേണ്ടവരാണെന്ന് പറഞ്ഞ് അവരെ കാര്യങ്ങൾ തെര്യപ്പെടുത്താനുള്ള ഒരു വിഭാഗത്തിൻ്റെ അഭാവം. അവിടെയാണ് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണം, ബാബരി ദംശനത്തെ തുടർന്ന് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്നൊരാഹ്വാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഉലമാ മുഫ്തിമാർ ആഹ്വാനം ചെയ്തപ്പോൾ അതിനു പകരം അതിനെ കൊണ്ടാടുകയാണ് വേണ്ടത് എന്ന് സുൽത്താൻ ഉലമ കാന്തപുര ഉസ്താദിൻ്റെ നിലപാടും ഈ പാർട്ടീഷനെ തുടർന്ന്, വിഭജനത്തെ തുടർന്ന് എടുത്ത നിലപാടും രണ്ടും നമ്മൾ കൃത്യമായി വായിക്കേണ്ടതുണ്ട്. അപ്പം കാലാനുസൃതമായി കോണ്ടക്സ്റ്റിനനുസരിച്ച് അതിൻ്റെ സിബാക്കും സിയാക്കും ഒക്കെ നോക്കി വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് തരാൻ പ്രാപ്തിയുള്ള ഉലമാക്കൾ, അത്തരം ഉലമാക്കൾ അതിൽ ഏറ്റവും പ്രാപ്തിയുള്ള ആളുകൾ ഓരോ നൂറ്റാണ്ടിലും. സാധാരണ നമ്മൾ കേൾക്കാറുള്ളൊരു ട്രോളാണ്, ഇസ്ലാം ഇപ്പോഴും 7-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ല. സംഭവം ട്രോളാണെങ്കിലും നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിൻ്റെ മൗലികതയിൽ വെള്ളം ചേരാതെ, ആദിമവിശുദ്ധിയിൽ നിന്ന് തെന്നാതെ, നമ്മൾ വ്യതിരിക്തതകളൊന്നും വ്യതിയാനങ്ങളൊന്നും കൂടാതെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ളതുപോലെ ഇപ്പോഴും അന്യൂനമായി നിലനിൽക്കുന്നു എന്നാണ് ആ ട്രോളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇസ്ലാം അടച്ചിടപ്പെട്ട, വെളിച്ചവും കാറ്റൊന്നും കയറാത്തൊരു മുറിയാണ് എന്നതിനർത്ഥമില്ല. നേരെ മറിച്ച് വെളിച്ചവും കാറ്റും കടക്കാൻ വിധം
ഓരോ കാലത്തിനും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മുസ്ലിം സമൂഹത്തിന് അഴുക്ക് പറ്റുമ്പോൾ അവരെ സംശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, തെജ്ദീദ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കാലത്തും പ്രാപ്തരായ മുജദ്ദിദുകൾ വരും. ആ മുജദ്ദിദിൻ്റെ ഓപ്പോസിറ്റാണ് ഒരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുബ്തദിഉകൾ. നമ്മൾ നേരത്തെ ബഹുസ്വരമായ ഇസ്ലാമിൻ്റെ നിലപാടുകൾ, വിവിധ സമൂഹങ്ങളോട് നമ്മൾ പുലർത്തിപ്പോരുന്ന ബഹുസ്വര നിലപാട്, ഇതെങ്ങനെയാണ് നമ്മൾക്ക് ബഹുസ്വര നിലപാട് രൂപപ്പെടുത്താൻ കഴിയുക? ദാറുൽ അഹദിനെ കുറിച്ച്, ദാറുൽ അംനിനെ കുറിച്ച്, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിടത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവിടെ നമ്മൾ ക്രിമിനോളജി ഉൾപ്പെടെയുള്ളവയെ പാലിക്കേണ്ടതുണ്ടോ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുകയും ഭരണസാരഥ്യമുള്ള ഇടത്ത് നമ്മൾ പുലർത്തേണ്ട കാര്യങ്ങൾ എന്ത്, ദാറുൽ ഹർബിനെ കുറിച്ച്, ദാറുൽ അഹദിനെ കുറിച്ച്, ദാറുൽ അംനിനെ കുറിച്ച് കാര്യഗൗരവമുള്ള ബോധ്യമുള്ള ആളുകൾക്കാണ് കൃത്യമായി ഇത്തരം ഓരോ സാഹചര്യങ്ങൾക്കും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഫിഖ്ഹുൽ അഖലിയാത്ത്, അതിൻ്റെ മറ്റു വഴികളിലേക്ക് ചർച്ച പോകുന്നില്ല, അത്തരം ധാരണകളുള്ള ആളുകൾക്കാണ് കാലത്തോട് സംവദിച്ചുകൊണ്ട് മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. ഉലമാക്കൾ നേതൃത്വം കൊടുത്തെടുത്ത് വലിയൊരു മൊബൈലിറ്റി, ദ ഗ്രേവ്സ് ഓഫ് തെരീംസ് എന്ന യങ്സങ് ഹോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ പുസ്തകം, ദ ജീനിയോളജി ആൻഡ് മൊബൈലിറ്റി അക്രോസ് ദ ഇന്ത്യൻ ഓഷ്യൻ, ആ പുസ്തകത്തിൽ ഹദറമി സാദാത്തുക്കളിലൂടെ ഇസ്ലാം എങ്ങനെയാണ് വിവിധ ദേശങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലൂടെ വ്യാപിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉലമാ എങ്ങനെയാണ് ഓരോ കാലത്തെയും ഇസ്ലാമിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പുതിയൊരു ഇസ്ലാമിനെ ഓരോ കോണ്ടെക്സ്റ്റിൽ പുതിയ ഇസ്ലാം പറയുകയല്ല ചെയ്യുന്നത്. പല കോണ്ടെക്സ്റ്റുകളിൽ ജീവിച്ച് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഇസ്ലാമിനെ ആ കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചു തരിക എന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഉലമാ നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ഒരു ബാലൻസ്ഡ് സൊസൈറ്റി എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക. കേരളത്തിൽ ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകാതിരുന്നത് ആരൊക്കെ ഉണ്ടായത് കൊണ്ടല്ല, ഇവിടെ ഉലമാ ഉണ്ടായത് കൊണ്ടാണ്. ഉലമാഇൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ഉലമാ എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സോഷ്യൽ ഹാർമണിയിലേക്ക് നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ വാക്കിംഗ് ഇസ്ലാം എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇൽമാണ്, അറിവാണ്, വിജ്ഞാനമാണ്. വിജ്ഞാനമാണെങ്കിലോ എല്ലാ കാലത്തും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ കാലത്തും വിജ്ഞാനം പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ അറിവ് കഴിഞ്ഞ കാലത്തുള്ളതുപോലെയല്ല. ഇന്ന് പലയിടങ്ങളിലായി നമ്മൾ സ്ഥാപിച്ച പലതരം നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ ലോകത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സമയത്തും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ പുതിയ ശരികളെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ പഴയ ശരികൾ ശരിയാണ് എന്ന് തെറ്റാണ് എന്ന് പറയാനുള്ള വൈമുഖ്യം കൊണ്ട് നമ്മൾ പറയും പഴയ ശരിയിൽ നിന്ന് നമ്മൾ പുതിയ ശരിയിലേക്ക് നടന്നു എന്ന് പറയും. പഴയ ശരി തെറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ വൈജ്ഞാനികമായൊരു പുരോഗതിക്ക് വേണ്ട കുറേ മേഖലകൾ സൃഷ്ടാവ് തന്നെയും നമുക്കിവിടെ മനുഷ്യൻ്റെ ആലോചനാപരമായ ചിന്താപരമായ പുരോഗതിയുടെ വ്യത്യസ്ത പടവുകൾ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ സഞ്ചരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അത്തരം ചിന്തകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം. പക്ഷേ അങ്ങനെയൊക്കെ സഞ്ചരിക്കുമ്പോഴും ഏത് തരം ചിന്തകൾ, പുതിയ കാലത്ത് ഏത് തരം ആലോചനകൾ, ഏത് തരം വൈജ്ഞാനികമായ സംവിധാനങ്ങൾ, ഇതിനോടെല്ലാം സമീപിക്കാനുള്ള അടിസ്ഥാന സ്വഭാവം ഇസ്ലാമിനുണ്ട് എന്നതിനെ ഒന്നുകൂടി നമ്മൾ അതിൻ്റെ കൃത്യമായും ഒന്ന് കൃത്യപ്പെടുത്തി പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പേരിൽ പലതരം ആളുകളുള്ളത് കൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന യഥാർത്ഥമായ ഇസ്ലാമിന് ഏത് കാലത്തെയും ഏത് വൈജ്ഞാനിക സംവിധാനത്തെയും അഭിസംബോധന ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഏതറിവിനെയും അതിൻ്റെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സ്കില്ലിനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയും പോയി ആ അറിവിനെ സ്വാംശീകരിക്കുകയും അതുവഴി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് തരത്തിലേക്കും അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നതിനെ ഇസ്ലാം എല്ലാ കാലത്തും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഗോൾഡൻ ഏജിനെ കുറിച്ചൊരു ചർച്ച ഇവിടെ നേരത്തെ കഴിഞ്ഞുപോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി വരാനുണ്ട്. അപ്പോൾ ആ ഗോൾഡൻ ഏജിലൊക്കെ അവരുടെ മോട്ടിവേഷൻ എന്തായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ശാസ്ത്ര ഗവേഷകൻ ഇന്ന് അവൻ്റെ ലാബിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന ഗവേഷണത്തിൻ്റെ മോട്ടിവേഷൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതുവഴി സ്ഥാപിക്കാൻ പോകുന്ന പരോപകാരപ്രദമായ കാര്യങ്ങളെ മുന്നിൽ വെച്ചാണെങ്കിൽ അത് ഇസ്ലാമായിരിക്കും.
അങ്ങനെ ഏത് തരം വൈജ്ഞാനിക സ്വഭാവത്തെയും സ്വാംശീകരിക്കുകയും അതിൻ്റെ ഔട്ട്പുട്ടുകളെ ദൃശ്യമാക്കുകയും ചെയ്യുക എന്ന മനോഹരമായ ഒരു ഇൻസ്റ്റിങ്ക്റ്റായ ഒരു സ്വഭാവം വിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ കാലങ്ങൾ എത്ര പുരോഗമിച്ചാലും വൈജ്ഞാനികമായ എത്ര തരം മേഖലകളിലേക്ക് മനുഷ്യൻ കടന്നുപോയാലും ഏത് കാലത്തെയും അഭിസംബോധന ചെയ്യാനുള്ള ശേഷി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വാക്കിംഗ് ഇസ്ലാം എന്നത് തുടരണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിൽ ആഴങ്ങളിൽ പഠനം നടത്തുന്ന, അതിൽ വിശകലന ശേഷിയുള്ള പണ്ഡിതന്മാരെ നിർമ്മിക്കുക എന്നതാണ്. സിറാജുൽ ഹുദ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യവും അതായിരിക്കും. നേരത്തെ നമ്മൾ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം, വലിയൊരു നീണ്ട കാലം, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഉസ്മാനിയ ഖിലാഫത്ത് 923 നിലംപരിശാവുകയും അത്താതുർക്കിൻ്റെ നേതൃത്വത്തിൽ മോഡേണിറ്റി, എല്ലാ അർത്ഥത്തിലുമുള്ള മതേതരത്വത്തിന്, ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ വിവക്ഷിക്കാവുന്ന മതേതരത്വമല്ല, പ്രത്യേക പശ്ചാത്തലത്തിലുള്ള ആ മതേതരത്വം, മതത്തിനൊരർത്ഥത്തിലും സ്വാതന്ത്ര്യം നൽകാത്ത പൊതു സ്വത്വത്തിൽ നിന്ന് മത ഐഡൻറ്റിറ്റിയെ വേർപെടുത്തിക്കൊണ്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ അത്താതുർക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുവരെ ഉസ്മാനിയ ഖിലാഫത്തിലൂടെ കൈമാറി വന്ന പാരമ്പര്യ ഇസ്ലാമിന് വലിയ അർത്ഥത്തിൽ പോറലേറ്റിട്ടും ഇപ്പോഴും നമ്മൾ തുർക്കിയിൽ പാരമ്പര്യ ഇസ്ലാം ജീവസുറ്റ രീതിയിൽ നിലനിൽക്കുന്നതായി നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ അത്താതുർക്കിൻ്റെ പടയോട്ടം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഭരണകൂടത്തിൻ്റെ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടാതെ 2 പണ്ഡിതർ, ഒരാൾ സ്വദേശത്ത് നിലയുറപ്പിച്ചു നിന്നു, മറ്റൊരാൾ നാട് കടത്തപ്പെട്ടു. ഒന്ന് സാഹിദുൽ കൗസരിയാണ്, അല്ലാമ സാഹിദുൽ കൗസരിയാണ്. മറ്റൊന്ന് ബദിഉസ്സമാൻ സഈദ് നൂർസിയാണ്. ബദിഉസ്സമാൻ സഈദ് നൂർസിയുടെ റസായിലെ നൂർ, കാലത്തിനനുസരിച്ച് പുതിയ സമൂഹത്തിൽ ആവശ്യമാകും വിധം ആധ്യാത്മിക ആശയങ്ങളെ 6000-ഓളം പേജുകളിൽ അടയാളപ്പെടുത്തിയ ഗ്രന്ഥം. ഇതേത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രചിക്കുന്നത്? പ്രിൻറ്റിങ് നമ്മൾ ഒരർത്ഥത്തിലും അനുവദിക്കാത്ത പ്രിൻറ്റിങ്ങിന്, പകർപ്പവകാശത്തിന്, പ്രസാധനത്തിന് സ്വാതന്ത്ര്യമില്ലാത്തൊരിടത്ത് 6000-ലധികം വരുന്ന ഗ്രന്ഥരചന നടത്തുന്നു. ഈ ഗ്രന്ഥരചന പലപ്പോഴും ഗ്രാമീണരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരവർ കൈപ്പകർത്തായി കൈപ്പടയിൽ അവരവർ ആ പുസ്തകം കൈമാറുന്ന, അതിൻ്റെ പകർപ്പ് നിർവഹിക്കുന്ന ഒരു ഘട്ടം. സാഹിദുൽ കൗസരി തദ്ദേശത്ത് നിന്ന് നാട് കടത്തപ്പെട്ട് മറ്റൊരിടത്ത് നിന്ന് വൈജ്ഞാനികമായ പ്രസരണം ഉണ്ടാക്കുന്നു. ഇന്നും തുർക്കിയിൽ പാരമ്പര്യ ഇസ്ലാം ശേഷിക്കുന്നതിൽ അവർക്കുള്ള പങ്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. ചരിത്രത്തെക്കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. അതേപോലെ ഇന്ത്യൻ ചരിത്രം നമ്മൾ പഠിക്കുന്നിടത്ത് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, മിഥ്യയും സത്യവും, യാഥാർത്ഥ്യമെന്ത് മിത്തെന്ത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു ഇന്ത്യയുടെ ചരിത്രം. അത് പിന്നീട് കുറച്ചിങ്ങനെ ഒരു വ്യവസ്ഥാപിത രൂപം കൊളോണിയൽ ആധിപത്യത്തിന് ശേഷം 1823 ജെയിംസ് മില്ലാണ് ചരിത്രത്തെ മിഥ്യ ഏത് യാഥാർത്ഥ്യമേത്, നെല്ലേത് പതിരേത് എന്ന് വേർതിരിച്ചുകൊണ്ട് ബോധ്യമാകുന്ന രീതിയിലുള്ള വൈജ്ഞാനിക ചരിത്ര മുന്നേറ്റത്തിന് തിരികൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് വേറൊരർത്ഥത്തിൽ അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തെ 3 ഘട്ടങ്ങളായി വ്യവച്ഛേദിക്കുന്നു. അതിലൊന്നാണ് പൗരാണിക ഇന്ത്യ, ഹൈന്ദവ ഇന്ത്യ എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള പൗരാണിക ഇന്ത്യ, സുൽത്താനേറ്റ് ഭരണ കാലഘട്ടം വരെയുള്ളത്. സുൽത്താനേറ്റ് ഭരണത്തിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യ വരെയുള്ള ഇന്ത്യയുടെ 2ാമത്തെ ഘട്ടം, ബ്രിട്ടീഷ് ഇന്ത്യയെ തുടർന്നുള്ള പിന്നെ ഇങ്ങനെയുള്ള 3ാമത്തെ ഘട്ടം, പൗരാണിക ഹൈന്ദവ ഇന്ത്യ, സുൽത്താനേറ്റ് ഇന്ത്യ അഥവാ ഇസ്ലാമിക മുസ്ലിം ഭരണക്രമത്തിലുള്ള ഇന്ത്യ, 3ാമത്തത് ബ്രിട്ടീഷ് ഇന്ത്യ. ശരിക്കും അദ്ദേഹം ഉണ്ടാക്കിയ ചില മിത്തും ചരിത്രത്തിലുള്ള പൂർണ്ണമായി കൃത്യമായി വായിക്കാതെ ഉണ്ടാക്കിയ ഒരു ക്ലാസിഫിക്കേഷനാണ്. പിൽക്കാലത്ത് വന്ന KM മുൻഷി, ശ്രീവാസ്തവ, എലിയറ്റ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ ഇതിനെ ചോദ്യം ചെയ്ത് ചരിത്രത്തെ പൂർണ്ണാർത്ഥത്തിൽ വിഴുങ്ങുന്നതിന് പകരം, അപഗ്രഥിച്ച് ചോദ്യം ചെയ്യുന്നതിന് പകരം ഇതിനെ ഉപജീവിച്ചു കൊണ്ടുള്ള അന്വേഷണങ്ങളിലേക്കാണ് അവർ പോയത്. യൂസ് ഓഫ് ഹിസ്റ്ററി എന്ന അർത്ഥത്തിൽ ബിപിൻ ചന്ദ്രയെ പോലുള്ളവർ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, ഇത്തരം ചരിത്രത്തെ വക്രീകരിക്കുന്ന, അതിൻ്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന, ജനങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങളെ ബോധപൂർവം തിരിച്ചറിഞ്ഞ് ചരിത്രത്തിൻ്റെ അന്വേഷണങ്ങളുടെ പുതിയൊരു തലങ്ങളിലേക്ക് നീങ്ങാനും വൈജ്ഞാനിക വിനിമയത്തിലൂടെയാണ്, വിജ്ഞാനത്തിൻ്റെ ബലത്തിലാണ്
അത്തരം സ്നേഹമസൃണമായ യാത്രകളിലൂടെയാണ്, സഹവർത്തിത്വത്തിലൂടെയാണ്, സ്വരബഹുത്വത്തിലൂടെയാണ് ഇസ്ലാം പലയിടങ്ങളിലേക്ക് വ്യാപിച്ചത്, ഇസ്ലാമിലേക്ക് വലിയ തോതിലുള്ള ജനങ്ങളുടെ ആശ്ലേഷണമുണ്ടായത് എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. We express our sincere gratitude to our